GI ഷീറ്റുകൾ, അലുമിനിയം ഷീറ്റുകൾ, സെറാമിക് കോഡുകൾ, നാനോ സെറാമിക് കോഡുകൾ, ഷിംഗിൾസ്, കാൽസ്യം സിലിക്കേറ്റ് ബോർഡുകൾ, വി ബോർഡുകൾ, പഫ് പാനലുകൾ, അലുമിനിയം ഫോയിലുകൾ തുടങ്ങിയിട്ടുള്ള ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ റൂഫിംഗ് സൊല്യൂഷൻസിൻ്റെയും മെഗാ കമ്പാരിസനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളത് ഇൻഡോഗ്രേസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. മുമ്പ് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും ഒരൊറ്റ കുടക്കീയിൽ ഒരൊറ്റ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള തിരുവനന്തപുരത്ത് ബിൽഡ് ഹബ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റൂഫിംഗ് സെഗ്മെൻ്റ് ആണ് ഇൻഡോഗ്രേസ്. അവരുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ റൂഫിംഗ് സൊല്യൂഷൻസും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ഓരോരോ റൂഫിംഗ് സൊല്യൂഷനായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ചീപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഷീറ്റുകളെ കുറിച്ച്. രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് GI ഷീറ്റുകളാണ്, മറ്റൊന്ന് അലുമിനിയം ഷീറ്റ്. GIയിൽ നമുക്ക് ഏതൊക്കെ ബ്രാൻഡ്സാ? നമുക്ക് ജിൻഡാൾ ഉണ്ട്, JSW ഉണ്ട്. JSW കളറോൺ പ്ലസ് ആണ് ഉള്ളത്. JSW തന്നെ വേറെ ബ്രാൻഡ്സും വരുന്നുണ്ട്. ബ്രാൻഡ് നമുക്ക് ഏത് ബ്രാൻഡ് വേണോ നമ്മൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈസ് വരുന്നത് എങ്ങനെയാ? സൈസ് വരുന്നത് വിഡ്ത്ത് വന്നിട്ട് 3.61 ലെങ്ത് വന്നിട്ട് നമുക്ക് എത്ര വേണോ എടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമുക്ക് എടുക്കാം. 3.61 ഫീറ്റ് ആണ്. 3.61 ഫീറ്റ് ആണ് നമുക്ക് ഫീറ്റിലേക്കാണ്. ഏകദേശം എത്ര കോസ്റ്റ് വരും GI ഷീറ്റ്? അറൌണ്ട് 35 to 45 ആ റേഞ്ചിൽ വരും. സൈസ് അനുസരിച്ച് തിക്നെസ് അനുസരിച്ച് റേറ്റ് മാറും. അലുമിനിയം ഷീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അലുമിനിയം ഷീറ്റ് വരുമ്പോൾ നമുക്ക് 70 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 70 rupees per square feet സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കിപ്പോ വേറൊരു ഷീറ്റിലേക്ക്. ഇത് Onduline എന്ന് പറയുന്ന ഒരു ഷീറ്റ്. ഇത് ആക്ച്വലി ഇത് മെറ്റൽ അല്ല. ഇത് മെറ്റലേ അല്ല. ഇത് നമ്മൾ ടച്ച് ചെയ്ത സമയത്ത് മെറ്റാലിക് ഫീൽ അല്ല വരുന്നത്. ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് ആണ്, തെർമൽ പ്രൂഫ് ആണ്. നമുക്ക് GI വരുമ്പോൾ തെർമൽ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇത് തെർമൽ പ്രൂഫ് ആണ്. ചൂട് കുറയാൻ വേണ്ടി സഹായിക്കുന്ന Onduline ഷീറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് വരുമ്പോൾ 60 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 rupees per square feet. ഇതിന്റെ വീതിയും അങ്ങനെ വരുന്നത്? വീതി വരുന്നത് 1 മീറ്ററും 1.1 മീറ്ററും 2 മീറ്ററുമാണ് ഇതിന്റെ ഈ ടൈപ്പ് വരുന്നത്. Onduline എന്ന് പറയുന്നതിന് വരുന്നത്. അത് കഴിഞ്ഞ് Onduvill എന്ന് പറയുമ്പോൾ ഈ ടൈപ്പാണ് വരുന്നത്. അത് ഇതാണ് Onduvill എന്ന് പറയുന്നത്. നമുക്ക് ഇതാണ് Onduvill എന്ന് പറയുന്നത്. ഷെയ്ഡ്സ് ഇത്ര ഷെയ്ഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പൊ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നു, കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഗ്രീൻ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ഒരു റെഡ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് നമ്മൾ അത്ര കണ്ട് പരിചയമില്ലാത്ത ഷീറ്റാണ്. ഷീറ്റിന്റെ പേര് Onduline ഷീറ്റ് എന്നാണ്. അടുത്തൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സെറാമിക് ടൈൽസ് ഉണ്ട്. നമുക്ക് സെറാമിക് കോഡുകളെ കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സെറാമിക് ടൈൽസുകളും ഉണ്ട്, നാനോ സെറാമിക് ടൈൽസ് ഉണ്ട്. നാനോ സെറാമിക് ടൈൽസിനെ കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് ടൈപ്പിൽ വരും. സാധാ ഓടിന്റെ ഷേപ്പിലും മറ്റൊന്ന് ഫ്ലാറ്റ് ഷേപ്പിലുമാണ് വരുന്നത്. സെറാമിക് ആണെങ്കിലും നാനോ സെറാമിക് ആണെങ്കിലും സ്ക്വയർ ഫീറ്റ് ഒരു 95 ആ റേഞ്ചിലാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ വേറെ ഒരു ഷീറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോളികാർബണേറ്റ് ഷീറ്റ്സ് ആണ് വരുന്നത്. പല കളേഴ്സിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. അത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയും. ഇതെല്ലാം ക്രിസ്റ്റൽ ടൈപ്പ് ആണ്. ഇത് പ്ലെയിൻ ആണ്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ കാർ പോർച്ചുകളുടെ റൂഫിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പർഗോളകൾക്ക് മുകളിൽ ഗ്ലാസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ തിക്നെസ്സിൽ ചേഞ്ചസ് ഉണ്ട്. 2mm ഉണ്ട്, 3mm വരുന്നുണ്ട്, 4mm വരുന്നുണ്ട്. 2mm 3mm വരുമ്പോൾ റോൾസ് ആയിട്ടാണ് വരുന്നത്. 4mm ഒക്കെ വരുമ്പോൾ പീസ് ആയിട്ടായിരിക്കും വരുന്നത്. റോള് വരുമ്പോൾ 4 feet ആണ് വരുന്നത്, വിഡ്ത്ത് വരുന്നത്. 7 feet വരുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡ് ആണ്. അതിന്റെ ലെങ്ത് 100 feet ഓളം വരുന്നുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റ് ഏകദേശം സ്ക്വയർ ഫീറ്റ് എന്ത് റേറ്റ്? സ്ക്വയർ ഫീറ്റ് 85 to 95 rupees അടുപ്പിച്ച് പോകുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽസ് ഷിംഗിൾസ് ആണ്. നമുക്കൊരു കുറെ കൂടെ കണ്ടംപററി സ്റ്റൈൽ നമ്മുടെ റൂഫിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഷിംഗിൾസ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? നമ്മൾ ഏത് കമ്പനിയുടെ ഷിംഗിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? നമുക്കുള്ളത് ഡോക്കി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇമ്പോർട്ടഡ് ആണ്. ജർമ്മൻ പ്രൊഡക്റ്റ് ആണ്. സെയിം ടൈം നമുക്ക് ഐക്യോ എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ സെയിൻഗോവൻ എന്നുള്ള ബ്രാൻഡ് ഉണ്ട്. ആ ലാസ്റ്റിൽ കാണുന്ന ഷെയ്ഡ്സ് എല്ലാം സെയിൻഗോവൻ ആണ്. അതും USA പ്രൊഡക്റ്റ് ആണ്. എല്ലാത്തിലും 30 years to 50 years വരെ വാറണ്ടി ഉള്ള പ്രൊഡക്ട്സ് ആണ്. വാറണ്ടി വരുന്നുണ്ട്. 30 വർഷം മുതൽ 50 വർഷം വരെ വാറണ്ടി. ഇത് കോൺക്രീറ്റിന്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് സിമെന്റ് ബോർഡ് യൂസ് ചെയ്ത് അതിന് മുകളിൽ ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രസ് വർക്ക് ചെയ്തിട്ട് സിമെന്റ് ബോർഡ് ചെയ്യണം. കോൺക്രീറ്റ് സ്ലോപ്പിന് മുകളിൽ ചെയ്യണം, അല്ലെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത്
കൂര മോഡൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ സിമെന്റ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ജോയിന്റ്സിൽ നമ്മൾ ബിറ്റുമിൻ ഷീറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ജോയിന്റ്സ്. അതെ അതെ. പിന്നെ ലീക്കേജ് 100% ലീക്കേജ് പ്രൂഫ് ആണ്. അപ്പോൾ ഇതാണ് സിമെന്റ് ഷീറ്റ് അല്ലേ? അതെ, സിമെന്റ് ബോർഡ്. വി ബോർഡ് ഇതിന്റെ മുകളിൽ റൂഫിംഗിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 mm and 12 mm. 10 mm ആണ് 12 mm thickness ഉള്ള മിനിമം യൂസ് ചെയ്യണം. ഈ ബോർഡ് എത്ര സൈസിലാണ് വരുന്നത്? 8x4 ആണ് വരുന്നത്. 8x4 സാധാ പ്ലൈവുഡിന്റെ സൈസ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഡ്രസ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ഡ്രസ് വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ബോർഡ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അതിന്റെ ബോർഡിന്റെ ജോയിന്റ്സിൽ നമ്മൾ ബിറ്റുമിൻ ടേപ്പ് ഒട്ടിക്കും ടു മേക്ക് ഷുവർ ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ. പിന്നെയാണ് ഷിംഗിൾസ് ഓവർലാപ്പ് ചെയ്ത് അതിനെ ഫുൾ ഇൻസ്റ്റാൾ ചെയ്യണം. 100% വാട്ടർ പ്രൂഫ് ആണ്. ഇവിടെ നിങ്ങൾ മെറ്റീരിയൽ മാത്രമല്ല ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഇത് GI ഷീറ്റുകളാണ്, പ്രൊഫൈലുകളാണ്, ടൈൽ പ്രൊഫൈലുകളാണ്. ടൈൽ പ്രൊഫൈലിൽ തന്നെ ഇത് ഗ്ലോസി ആണ്, ഇത് ഡുവൽ കളറാണ്, ഇത് ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതാണ് ക്ലാഡിംഗ് ഷീറ്റ് പറഞ്ഞായിരുന്നു നേരത്തെ. ക്ലാഡിംഗ് ഷീറ്റ് ഞാൻ കാണിച്ചു, അതിന്റെ പ്രൊഫൈൽസ് ആണ് ഇങ്ങനെയാണ് അത് വരാ അല്ലേ? ഇത് വരുമ്പോൾ സെയിം അടുത്ത ടൈപ്പ് ടൈലാണ്. അതായത് നമുക്കിപ്പോ ഒരു ഓട് വിരിച്ച അതേ ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈൽസ് ആണ്. അപ്പൊ ഇതിൽ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട്. കളേഴ്സിൽ തന്നെ പല വേരിയന്റ് വരുന്നു. അതായത് മാറ്റ് ബ്ലാക്ക്, അതായത് മാറ്റ് കളർ വരുന്നുണ്ട്, ഗ്ലോസി വരുന്നുണ്ട്. മാറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ കാണുന്ന അല്ലേ? മാറ്റ് ഇത് മാറ്റാണ്, ഇത് മാറ്റാണ്. ബാക്കി കാണുന്നത് മാറ്റ് തന്നെയാണ്. ഇത് ഗ്ലോസിയാണ്. ഈ ഭാഗത്തുണ്ടല്ലേ ഗ്ലോസിയാണ് വരുന്നത്. ഇത് മാറ്റാണ്, ഇത് ഗ്ലോസിയാണ്. ഇത് അടുത്ത പ്രൊഫൈൽ ഷീറ്റാണ്. അതായത് ഇപ്പൊ നമ്മൾ 2 പ്രൊഫൈല് നമ്മൾ പരിചയപ്പെട്ടു, ഇത് മൂന്നാമത്തതാണ്. അങ്ങനെ 3 പ്രൊഫൈൽ ടൈപ്പ്. ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെറിയ ചേഞ്ചസ് ആണ് വരുന്നത്. അതിനനുസരിച്ച് റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് ഒരു 60 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഡിപ്പെൻസ് അതിന്റെ തിക്നെസ് അനുസരിച്ച് റേറ്റ്. അപ്പൊ അതിന്റെ ഡിസൈൻ അനുസരിച്ച് മേ ബി അതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇതും വേറൊരു ടൈപ്പ് ഗ്ലോസിയാണ്. നമ്മൾ ഇവിടെ കണ്ടതിന്റെ ഗ്ലോസിയാണ്. ഇത് വിരിച്ചു കഴിഞ്ഞാൽ ദൂരം നോക്കുന്ന സമയത്ത് ഓടായിട്ട് തന്നെ ഫീൽ ചെയ്യാം. കൂടുതലും ആൾക്കാർ ഇപ്പൊ ഇത് തന്നെയാണ്. നമുക്കിപ്പോ ചെറിയ ലോ കോസ്റ്റിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഷീറ്റുകൾ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടിന്റെ ഒരു ഭയങ്കരമായ പ്രശ്നമില്ലേ? അതെ, നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആണിത്. ഇത് അലൂമിനിയം ഫോയിൽ എന്നാണ് പറയുന്നത്. ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഈ ഒരു ടൈപ്പും, ഇത് തിക്നെസ് 12 ആണ്, അത് വന്നിട്ട് 4 ആണ്. നോർമലി കൂടുതലും വെയർ ഹൗസസിൽ നമുക്ക് GI ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതലും നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അലൂമിനിയം ഫോയിൽ ആണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ? ഇത് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെർലിങ്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇത് വിരിക്കുക, അത് സ്ക്രൂ ചെയ്യുക, അതിന്റെ മുകളിൽ ഷീറ്റ് അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ എന്താണ് വരുന്നത്? ബബിൾസ് പോലെയാണ്, എയർ ബബിൾസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇൻസുലേഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ സാധനമൊക്കെ സ്ക്വയർ ഫീറ്റ് എന്ത് റേറ്റ് വരുന്നുണ്ട്? സ്ക്വയർ ഫീറ്റ് നമുക്ക് 12 rupees മുതൽ അത്രേ വരുന്നു. നമുക്കത് വലിയ ഷീറ്റ് ആയിട്ടാണോ വരിക? വലിയ റോൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കാണുന്നത് അതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ ആണ്. ഇതേപോലെ വലിയ ഷീറ്റ് ആയിട്ടാണ്. ഈ ഷീറ്റിന്റെ ഇടയിൽ എയർ ബബിൾസ് ആണ് കംപ്ലീറ്റ് വരിക. 2 സൈഡിലും അലുമിനിയം ഫോയിൽസ് ആണ് വരുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് റൂഫിംഗ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ഇത് പഫ് പാനൽ, സാൻഡ്വിച്ച് പാനൽ എന്ന് പറയും. സാൻഡ്വിച്ച് ഷീറ്റ്, പഫ് ഷീറ്റ്. അതായത് ഒരു ഷീറ്റ് ബോട്ടം വരും, അത് പഫ് 30 to 50 ഉള്ളിൽ പഫ് വരും. അതെ, അത് 30 mm ഉണ്ട്, 50 mm ഉണ്ട്. താഴെ അടുത്ത ഷീറ്റ് വരും. കോസ്റ്റ് വൈസ് ഇത് കുറച്ച് കൂടുതലാണ്. ഡിപ്പെൻഡിങ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് GI ഷീറ്റിന്റെ കൂടെ അലുമിനിയം ഫോയിൽ നമുക്ക് റേറ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഇത് റേറ്റ് വരുന്നുണ്ട്. ഇത് 138 to 1 ഡിപെൻഡ്സ് സൈസ് അനുസരിച്ച്. സ്ക്വയർ ഫീറ്റ് 138, 140 ആ റേഞ്ച് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു ഷീറ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ അല്പം കോസ്റ്റ്ലി ആണ് ആക്ച്വലി സംഭവം. അപ്പൊ ഇതിനകത്ത് സൗണ്ട് പ്രൂഫ് കൂടെ ഉള്ളതാണ്. സൗണ്ട് വല്ലാതെ കുറഞ്ഞു കിട്ടും, ചൂടും നല്ല കുറവുണ്ടാവും. ഇതിന്റെ എല്ലാം ഇൻസ്റ്റാളേഷൻ നമ്മൾ എടുത്തുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നു. അതായത് വലിയ വലിയ പ്രൊജക്ട്സും ചെറിയ റൂഫിംഗ് ആണെങ്കിലും, ഷിംഗിൾസ് ആണെങ്കിലും, സ്റ്റെയർ ആണെങ്കിലും, വെയർ ഹൗസസ് ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ടീം നമുക്കുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമുകൾ നമുക്കുണ്ട്. പ്രധാനമായിട്ടും ഇൻഡോഗ്രേസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സപ്ലൈയും ഈ ഇൻസ്റ്റാളേഷനും ഉണ്ട്. നമ്മൾ മെറ്റീരിയൽ സപ്ലൈ നമ്മുടെ പ്രൊജക്ടിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കസ്റ്റമറിന് ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽ എല്ലാം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. വലിയ വലിയ വെയർ ഹൗസസ് നമ്മൾ തന്നെയാണ്, നമ്മുടെ പണിക്കാർ തന്നെയാണ്, നമ്മളെ മെറ്റീരിയൽ തന്നെയാണ്.
മെറ്റീരിയൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെയർ ഹൗസസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ സ്ട്രക്ചർ നമ്മൾ ISMBs ഉണ്ട്, അത് ഡിപ്പെൻഡ്സ് ആണ്. അതായത് ഒരു പ്രൊജക്റ്റ് ഒരു ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ മേ ബി നമുക്ക് ചെറിയ പില്ലേഴ്സ് മതി, അത് കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രൊജക്ട് ഓപ്പൺലി നമ്മൾ ചെയ്ത്. ഈ ബിൽഡ് ഹബിന്റെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ബിൽഡിംഗ്? ഇത് 40,000 സ്ക്വയർ ഫീറ്റ്. 40,000 സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് PEB-ലാണ് ചെയ്തിരിക്കുന്നത്, അതായത് പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് അല്ലേ? പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് എന്നാണ് PEB. സോ ഇതിന്റെ ഒരു പ്രൊസീജിയർ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട പ്ലാനിന്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യാം, അതിനുശേഷം അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബീമും കോളംസ് ഒക്കെ ഡിസൈൻ ചെയ്യുക, അത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുക, എന്നിട്ട് ഇത് ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ്. ക്രെയിൻസ് നല്ല ഭാരമുള്ളതായതുകൊണ്ട് ക്രെയിൻസ് ആവശ്യമായിട്ട് അല്ലേ? ഈ ബീമും കോളവും തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? നട്ടും ബോൾട്ട് ഉപയോഗിച്ചിട്ട് എല്ലാം ജോയിൻ ചെയ്ത് വെക്കും അല്ലേ? അപ്പൊ ഇവിടെ കാണുന്നത് പോലെയുള്ള നട്ട്സും ബോൾട്സും എങ്ങനെ എത്ര സൈസുള്ള ബോൾട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്? 16 mm ബോൾട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. റൂഫിങ്ങിന് വേണ്ടിയിട്ട് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഷീറ്റാണ്. GI ഷീറ്റ് ഞങ്ങൾ JSW കമ്പനിയുടെ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനടിയിൽ അടിഭാഗത്ത് എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇത് XLP ഷീറ്റാണ്, ചൂട് വരാതിരിക്കാനാണ്. ഇതിന് പകരം നമുക്ക് പഫ് ഷീറ്റും യൂസ് ചെയ്യും. പഫ് ഷീറ്റുകൾ യൂസ് ചെയ്യാം. പഫ് ഷീറ്റ് പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് പകരമാണ് ഈ ടൈപ്പ് സാധനം. അതായത് ഇത് XLP ഷീറ്റാണ്, ഒരു സൈഡ് സ്പോഞ്ച്, ഒരു സൈഡ് അലുമിനിയം ഫോയിൽ വരുന്ന ടൈപ്പ് ഇതാണ്. ഒരു സ്ഥലത്ത് സ്പോഞ്ചും ആണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റൂഫ് ഷീറ്റ് GI ഷീറ്റ് കൊടുത്തതിന് ശേഷം അതിന്റെ തായ് ഭാഗത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. സൗണ്ട് കുറഞ്ഞു കിട്ടും, നമുക്ക് സൗണ്ട് എഫക്റ്റും കുറവായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള റൂഫിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അത് നമ്മുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും പല തരത്തിലുള്ള റൂഫിംഗ് മെറ്റീരിയൽസിൻ്റെ കമ്പാരിസൺ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്തു. ഇൻഡോഗ്രേസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ റൂഫിംഗ് സൊല്യൂഷൻസ് നൽകുന്ന കമ്പനിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അവർ ഇതേപോലെ വലിയ പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള ഇൻഡോർ ടർഫുകൾ അല്ലെങ്കിൽ PEB സ്ട്രക്ചറുകൾ, വെയർ ഹൗസുകളിലൊക്കെ റൂഫിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമുകളാണ്. ഓൾസോ അവർക്ക് ബിൽഡ് ഹബ്ബ് എന്ന പേരിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് തിരുവനന്തപുരത്ത് തോന്നക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇവരുടെ ഷോപ്പിൽ വൺ ടൈം വിസിറ്റ് ചെയ്യുന്നത് വർത്ത് തന്നെയായിരിക്കും. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ